അൻസിബ ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് വരുത്തി തീർക്കാൻ ലക്ഷ്മിപ്രിയ. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാറിയ ഒരു ആരോപണവുമായി വന്നിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ. അൻസിബയെക്കുറിച്ച് ഇനി പറയാനൊന്നുമില്ല. അതുപോലെയുള്ള ആരോപണങ്ങളാണ് പറയുന്നത്. അൻസിബ മദ്യപിക്കും, ഞാനാണ് കുപ്പി മേടിച്ച് കൊടുത്തത്, ഏതോ ഒരു ഹോട്ടലിൽ മിഥിൽ രാജ് എന്ന് പറഞ്ഞ ആളുമായി ഞാൻ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. അയാൾ മുഖം പൊത്തി ആ ഹോട്ടലിലേക്ക് കയറിപ്പോയി എന്നും, ഞാൻ അവിടെ പോയി ബെല്ലടിച്ചിട്ട് കതക് തുറന്നില്ല, പിന്നെ കതക് തുറന്നപ്പോൾ അയാൾ കട്ടിലിൽ ഇരിപ്പുണ്ട്, ആര് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സഹോദരനാണെന്നാണ് പറഞ്ഞത് എന്ന് തുടങ്ങി തൊലി ഉരിയുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് പറയുന്നത്. സ്വന്തം കാര്യം ജയിക്കാൻ വേണ്ടി ഇത്തരം തരം താഴ്ന്ന രീതിയിൽ ആരോപണങ്ങൾ മുഴക്കുകയാണ് ലക്ഷ്മിപ്രിയ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ലക്ഷ്മിപ്രിയ ഒരു ഇൻ്റർവ്യൂവുമായി വരുമെന്ന്. അതുപോലെ തന്നെ വന്നില്ലേ. പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി. അല്ല, ഒരു സംശയം, ലക്ഷ്മിപ്രിയ സപ്ലയറാണോ? ആരെങ്കിലും മദ്യം വേണമെന്ന് പറയുമ്പോൾ മദ്യം മേടിച്ചു കൊടുക്കുന്ന ആളാണോ? അപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് മദ്യം മേടിച്ച് ശീലം കാണുമല്ലോ. അതല്ലേ മേടിച്ച് കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ കുടിച്ചും ശീലം കാണും. അത് ശരിയാണ്, ലക്ഷ്മിപ്രിയ ഏതോ ബാറിൽ പോയി കുടിച്ച് കൂത്താടിയിട്ടുണ്ട് എന്ന വാർത്ത ഇതിനു മുമ്പ് വന്നിരുന്നല്ലോ. പിന്നെ അൻസിബയുടെ കാര്യം. അൻസിബയുടെ ഒരു വ്യക്തിത്വം വെച്ച് ലക്ഷ്മിപ്രിയയോട് പോയി ഒരു കുപ്പി മദ്യം മേടിച്ചു കൊണ്ട് തരുമോ ചേച്ചി എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അൻസിബ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അതവരുടെ പേഴ്സണൽ കാര്യമാണ്. ഏതോ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് 2 മണി വരെ അൻസിബയുടെ റൂമിലിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ലക്ഷ്മിപ്രിയ പോയി കുളിച്ച് പെട്ടിയും എടുത്ത് പോകാൻ നേരം ആരോ ഒരാളെ കണ്ടു എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. എന്നിട്ട് ലക്ഷ്മിപ്രിയയ്ക്ക് ഡൗട്ട് തോന്നി അവിടെ പോയി ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നില്ല, ഫോൺ വിളിച്ചിട്ട് ഫോണും എടുത്തില്ല. കുറേ കഴിഞ്ഞ് കതവ് തുറന്നപ്പോൾ ജനിച്ചു വീണ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അൻസിബ വന്ന് നിന്നു. അയാൾ അപ്പോൾ കട്ടിലിൽ ഇരിപ്പുണ്ട്. ഇത് ആരാ എന്ന് ചോദിച്ചു. ഇതെൻ്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ തുടരുന്നു ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ. എനിക്കൊരു സംശയം, ഇവർക്ക് എന്തിൻ്റെ കേടാണ്? ഒരാളുടെ റൂമിൽ ആരെങ്കിലും വരികയോ പോവുകയോ ചെയ്യട്ടെ, ഇവർക്കെന്താണ്? ഒരു പക്ഷേ ലക്ഷ്മിപ്രിയ പറയുന്നത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിലെന്താണ് പ്രശ്നം? അവർ പ്രായപൂർത്തിയായവരല്ലേ. ഒരു പക്ഷേ പ്രണയിക്കുന്ന ആളായിക്കൂടെ. ഇതിലൊക്കെ എന്തിനാണ് ലക്ഷ്മിപ്രിയ ഇടപെടുന്നത്? ഇവരുടെ ചോദ്യം ചെയ്യൽ കേട്ടാൽ തോന്നും അവരുടെ ഭർത്താവിനെയാണ് അൻസിബ റൂമിൽ കയറ്റിയതെന്ന്. മുഖം മറച്ച് എന്തിനാണ് ആങ്ങള വന്നതെന്നാണ് ലക്ഷ്മിപ്രിയ ചോദിക്കുന്നത്. ഇത്രയും വളർന്ന ഒരു സഹോദരിയുടെ റൂമിൽ ആങ്ങള തങ്ങില്ലല്ലോന്ന് ലക്ഷ്മിപ്രിയയുടെ വേർഷനാണ് കേട്ടോ. എന്താ, ഒരാങ്ങളെയും പെങ്ങളും ഒരു വീട്ടിൽ താമസിക്കുന്നില്ലേ? ആങ്ങളെയും പെങ്ങളും ഒരു റൂമിലിരുന്ന് ആകാശം ഇടിഞ്ഞു വീഴുമോ? എനിക്കറിഞ്ഞൂടാ ലക്ഷ്മിപ്രിയയുടെ ഓരോ വാക്കുകൾ. അത് കഴിഞ്ഞ് ബ്രദറിൻ്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. വല്ലവരുടെയും റൂമിൽ കയറി അവരുടെ സ്വകാര്യതയിലേക്ക് കയറി ചെന്നിട്ട് ചോദിക്കുക, ഇത് ആര്, നിൻ്റെ ബ്രദറോ, ബ്രദറിൻ്റെ ആധാർ കാർഡ് കാണിക്ക് എന്നൊക്കെ. ഇതൊക്കെ ചോദിക്കാൻ ലക്ഷ്മിപ്രിയ ആരാണ്? ലക്ഷ്മിപ്രിയയുടെ ബന്ധു ആരെങ്കിലും ആണോ? അവർ ആരാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ? ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എങ്കിൽ അൻസിബ തെളിയിക്കണമെന്ന് പോലും. എന്തിന്? ആരോപണങ്ങളെല്ലാം തെളിയിക്കാൻ നടക്കലാണോ അൻസിബയുടെ പണി? ഇതെല്ലാം ഇങ്ങനെ ലക്ഷ്മിപ്രിയ പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അൻസിബ ഒരു കൊള്ളാത്ത സ്ത്രീയാണെന്ന് തെളിയിക്കാനാണോ? എന്തായാലും ഇതിനുള്ള നടപടിയുമായി അൻസിബ വന്നിട്ടുണ്ട്. ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനും എതിരെ ഓരോ ചാനലുകളിൽ വന്നിരുന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് അൻസിബയുടെ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. ആ ഇൻ്റർവ്യൂവിൽ ഒരിടത്തും അൻസിബ ലക്ഷ്മിപ്രിയയെ മോശക്കാരിയാക്കാനോ മോശക്കാരിയാക്കിയോ സംസാരിച്ചിട്ടില്ല. അൻസിബയ്ക്ക് ഇതുപോലെ വന്നിരുന്ന് കുറേ കള്ളങ്ങൾ പടച്ചു വിടാമായിരുന്നല്ലോ. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം.
അൻസിബയുടെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യത ലക്ഷ്മിപ്രിയയ്ക്കില്ല എന്ന് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാകും. എന്തായാലും ഇതിൻ്റെ വരും വരാഴികകൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുന്ന കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ.